അതായത് ഇന്ന് പല കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല കുട്ടികളും ഒരു നിസ്സാര കാര്യത്തിന് പോയി സൂയിസൈഡ് ചെയ്യുന്നു അല്ലേ. ഇന്ന് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. ഒരു പക്ഷേ വീട്ടിൽ അനിയനോ പെങ്ങളോ ചോദിച്ചപ്പോൾ ഒരു മൊബൈൽ തന്നില്ല, അല്ലെ വീട്ടിലെ പേരൻസ് മൊബൈൽ ഉപയോഗിക്കാൻ അനുവദിച്ചില്ല, അല്ലെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇന്ന് കുട്ടികൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഓടിക്കളിച്ച് കൂട്ടുകാരുടെ കൂടെ പുറത്തിറങ്ങി ഔട്ട്ഡോർ ഗെയിംസ് ഉണ്ടായിരുന്നു. ഫുട്ബോൾ, ക്രിക്കറ്റ്, അല്ലെ അന്നത്തെ കാലത്ത് ക്രിക്കറ്റില്ല, ഫുട്ബോളിലെ ചെറിയ നാടൻ പന്ത് കളിയോ എന്തെങ്കിലും ആയിരിക്കും. അന്നത്തെ നമ്മുടെ ഓരോരുത്തരും ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ആ പുറത്തു പോയുള്ള കളികൾ, അതായത് ഒരു ഔട്ട്ഡോർ ഗെയിംസ് ഇന്നത്തെ ആൾക്കാർക്കില്ല, ഇന്നത്തെ കുട്ടികൾക്കില്ല. അപ്പോൾ കൂടി ഇവർക്ക് പരിചയമുള്ളത് ഈ ഇതുമായിട്ട് മാത്രമേ ഉള്ളൂ, മെഷീൻസുമായിട്ട് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ മൊബൈൽ, അല്ലെങ്കിൽ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ അവരുടെ ടോയ്സ്, ഇതുപോലത്തെ സാധനങ്ങളുമായിട്ട് മനുഷ്യനായിട്ടുള്ള ഇതില്ല. ഫെയിലിയർ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. സ്കൂളുകളിലാണെങ്കിലും ഫെയിലിയർ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. എല്ലാ A+ഉം B+ഉം തന്നെയാണ്. ഫെയിലിയർ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തത് വളരെ ഗുരുതരമായ വലിയ ലെവലിൽ ബിസിനസ്സിലെത്തിയിട്ടുള്ള ലോകോത്തര ബിസിനസ്സുകാരൊക്കെ പറയുന്നത് അവരുടെ കുട്ടികൾ ഫെയിലാകാത്തതാണ്. നിങ്ങൾ ഡെയർ ടു ഫെയിൽ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് ആൻ്റണി റോബിൻസിൻ്റെ. അതിനകത്ത് ഏറ്റവും അവരകത്ത് വലിയ ലോകോത്തര കമ്പനികളെ നയിക്കുന്ന ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് അവരൊക്കെ പറയുന്നത് അവരുടെ മകൻ 30കളിലാണ്, ഇതുവരെ അവർ ഫെയിലിയർ കണ്ടിട്ടില്ല. അതാണ് അവരെ ഏറ്റവും കൂടുതൽ വറി ചെയ്യിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഫെയിലായത് അവർക്ക് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല, മക്കൾ ഇതുവരെ ഫെയിലാകുന്ന അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനാണ് അവർ നോക്കിയിരിക്കുന്നത്. അതായത് ഫെയിലായാണ് മാത്രമാണ് മച്യൂരിറ്റി വരുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് ലോങ് ടൈം ചിന്തയോടുകൂടി ചെയ്യണം. ആഫ്റ്റർ 5 ഇയേഴ്സ്, ആഫ്റ്റർ 10 ഇയേഴ്സ്, ഒരു 10 വർഷമെങ്കിലും മുമ്പോട്ടിട്ട് കാണാതെ ഒരു നല്ല ഒരു ബിസിനസ്സുകാരൻ ഒരിക്കലും ഒരു ബിസിനസ്സിൻ്റെ പുറകെ നിൽക്കത്തില്ല. വലിയ ബിസിനസ്സുകാർ എന്തുകൊണ്ടാണ് വലിയ ബിസിനസ്സുകാരാകുന്നത്? അവരുടെ ചിന്ത കൊണ്ടാണ്, അല്ലാതെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. അവരൊക്കെ പല ആൾക്കാരും വളരെ സാധാരണക്കാരായിരുന്ന ആൾക്കാരാണ്, അവർക്കൊന്നും അമാനുഷിക ശക്തിയാണ്. പക്ഷേ എപ്പോഴും ഒരു സാധനത്തിനെ കാണുന്നത് ഒരു ആഫ്റ്റർ 10 ഇയേഴ്സ്, ഒരു 10 വർഷമെങ്കിലും മുമ്പോട്ടിട്ട് കാണാവുന്ന ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്യാവുള്ളൂ. ഒരു നമ്മളെക്കാൾ ലോവർ റേഞ്ചിലുള്ള ആൾക്കാരെയാണ് കൂടുതൽ ആൾക്കാർ നമ്മൾ കംഫർട്ടബിൾ, വാടാന്ന് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കാനാണ് കൂടുതൽ ആൾക്കാരും ഇഷ്ടപ്പെടുന്നത്. എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു 5-6 പേര് കൂടി ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കുറഞ്ഞ ആൾ നമ്മളായിരിക്കണം. മനസ്സിലായി ഞാൻ പറയുന്നത്? നമ്മളൊരു ഗ്യാങ്ങിൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ അതിനകത്ത് എല്ലാ തരത്തിലും ഏറ്റവും കുറഞ്ഞ ആൾ നമ്മളായിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് നമ്മളെക്കാളും ഹയർ സ്റ്റാൻഡേർഡുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ എപ്പോഴും പഠിക്കണം. അതിന് നമുക്ക് കിട്ടാനുള്ളൂ, മറ്റേ നമുക്ക് നഷ്ടമാണ്. അതായത് ഹയർ സ്റ്റാൻഡേർഡ്, ഞാൻ പറഞ്ഞ സാമ്പത്തികമായിട്ടല്ല, നമ്മളെക്കാളും ജീവിതത്തിൽ സ്വപ്നങ്ങളുള്ള, നമ്മളെക്കാളും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, നമ്മളെക്കാളും ഹയർ ചിന്തയുള്ള, അറിവ് കൂട്ടാൻ ശ്രമിക്കുന്നവർ, അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർ, എല്ലാ ദിവസവും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനും ലോകത്ത് നടക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാനും ജീവിതത്തിനെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ആൾക്കാരുമായിട്ട് നമ്മളെക്കാളും എപ്പോഴും നമ്മൾ ഹയർ സ്റ്റാൻഡേർഡുള്ള ആൾക്കാരുടെ കൂടെ സമയം ചിലവാക്കിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ മാറും അറിയാതെ. പല ആൾക്കാരും അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ലോവർ എനർജിയുള്ള, ലോവർ തിങ്കിങ് ലെവലിലുള്ള, ലോവർ നെഗറ്റീവ് ടോക്കുള്ള, കാരണം 4 പേര് കൂടെ സാധാരണ എന്താ ചെയ്യുന്നത്? 5-ാമത്തെ കുറ്റം പറയുക, നെഗറ്റീവ് പറയുക, രാഷ്ട്രീയം പറയുക, ഇതൊക്കെ വളരെ ലോവർ ലെവലിലുള്ള ടോക്കുകളാണ്. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു തട്ടുകടയിലിരുന്ന് അവർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, സംസാരിക്കുന്നതും ഒരു ഹയർ 5 സ്റ്റാർ ഹോട്ടലിലെ ലോബിയിലിരുന്ന ആൾക്കാർ സംസാരിക്കുന്ന ടോപ്പിക്ക് വേറെയാണ്. പൈസ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങനത്തെ എക്സ്പോഷർ നമുക്കുണ്ടാകണം. പൈസ ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് ഇവിടെ പോയി ഒരു കോഫി കഴിച്ചിട്ട് പോന്നാലും മതി. നമ്മളെപ്പോഴും ഹയർ തിങ്കിങ് ലെവലും ഹയർ ഫ്രീക്വൻസിയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആവുക എന്നുള്ളത് നമ്മുടെ തിങ്കിങ് വളരെ കൂട്ടാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്.